നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തുകയാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട, നമ്മളെന്നും കണ്ട നമ്മുടെ ഒരു നടനുണ്ട്, മഹേഷ്. പഴയ നടൻ മഹേഷ് ഇപ്പോൾ സിനിമകളിലും അതോടൊപ്പം തന്നെ സീരിയലിലും വലിയ സജീവമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മഹേഷിന് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവമാണ് ഇവിടെ പങ്കുവെക്കുന്നത്. അത് വലിയ ഒരു അനുഭവം തന്നെയാണ്. അദ്ദേഹത്തിന് ജീവിതത്തിൽ ഇത്രമാത്രം ഒരു ബുദ്ധിമുട്ടുണ്ടായ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഞാനുമായി ഫോണിൽ സംഭാഷണം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്. മധുരനൊമ്പരക്കാറ്റ് എന്ന സീരിയലിൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചാണ് ഇദ്ദേഹത്തിന് ഈ പ്രശ്നമുണ്ടായ. മധുരനൊമ്പരക്കാറ്റ് സീരിയൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഈ ഷൂട്ടിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സീൻ വായിക്കണമെന്ന്, അതിൻ്റെ സ്ക്രിപ്റ്റ് വേണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. എല്ലാ സ്ഥലത്തും അദ്ദേഹം അങ്ങനെ പൊതുവെ ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. 40 വർഷക്കാലം മലയാള സിനിമയിലും സീരിയൽ രംഗത്തും സജീവമായിരുന്ന അദ്ദേഹം ചോദിക്കുമ്പോൾ ആ സീൻ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഈ അസോസിയേറ്റുമാർ. ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ അസിസ്റ്റൻ്റോ ഈ സീൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ വേണമെന്ന് ആവശ്യപ്പെടുകയും അത് ആവശ്യപ്പെട്ട അനുസരിച്ച് ഇദ്ദേഹം സീനിൽ അഭിനയിക്കാൻ പോയപ്പോൾ ഈ സീനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് ഇപ്പോഴേ തരാൻ പറ്റുള്ളൂ, പ്രൊമോട്ട് ചെയ്യുള്ളൂ, അപ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറയും. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ആ വിഷയത്തിൽ ഡയറക്ടർ ഇടപെടുകയും അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് ഇദ്ദേഹം വലിയ രീതിയിൽ ഉപദ്രവിക്കുകയും ചവിട്ടുകയും ചെയ്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഒരു അസിസ്റ്റൻ്റാണ്, ഒരു അസോസിയേറ്റ് ആണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണെങ്കിൽ ഈ മഹാനടനെ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇദ്ദേഹത്തിനെതിരെയാണ് ഇത്തരം ഒരു പ്രവണത കാണിച്ചത്. പിന്നീട് അദ്ദേഹം ആശുപത്രിയിൽ പോയതിനു ശേഷം വൈകുന്നേരം ആശുപത്രി ECG എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലാവുന്നു. ഇതിനു മുമ്പ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ വ്യക്തിയാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മഹേഷ് എന്ന ഒരു മഹാനടനെതിരെ ഇത്തരം ഒരു പ്രശ്നമുണ്ടാക്കി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവരൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത്? ലഹരി ഉപയോഗിച്ചിട്ടാണോ ഇദ്ദേഹത്തിന് ഉപദ്രവിച്ചത്? ഒന്നും നമുക്കറിയില്ല. ലഹരിയുടെ ഒരു പ്രശ്നമാണോ ഇതിലേക്ക് കയറുന്നത്? സീരിയൽ എന്ന് പറഞ്ഞ പ്രസ്ഥാനം വലിയ പ്രസ്ഥാനം, സിനിമ പോലെ തന്നെ വലിയ പ്രസ്ഥാനമായി നിൽക്കുമ്പോൾ ഇത്തരം ഒരു സംഭവം ഉണ്ടായത് വലിയ ഖേദം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട മഹേഷുമായി ഞാൻ ഫോണിൽ സംസാരിച്ചു. അന്നുണ്ടായ അനുഭവം, അന്ന് ആരൊക്കെയാണ് ഇടപെട്ട ഇദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഇടപെട്ട എന്ന കാര്യം മഹേഷ് എന്നോട് പറഞ്ഞു. താരസംഘടന അമ്മ അപ്പോൾ തന്നെ ഇടപെട്ടു, ജയൻ ചേർത്തല ഇടപെട്ടു. അമ്മയ്ക്ക് വേണ്ടി ജയൻ ചേർത്തലയും മഹേഷുമായിട്ട് ഫോണിൽ സംഭാഷണം നടത്തി. ഫെപ്ക യൂണിയൻ ഉടൻ തന്നെ ഇടപെട്ടു എന്നാണ്, ഇടപെട്ടു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്നാൽ ഇവരൊന്നും ഇടപെട്ടിട്ടില്ല എന്ന് ചില ആളുകൾ പറയുമ്പോൾ ഇവർ ഇടപെട്ടു എന്ന് തന്നെയാണ് മഹേഷ് പറയുന്നത്. മഹേഷുമായി ഞാൻ നടത്തിയ സംഭാഷണത്തിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്. മഹേഷ്, കഴിഞ്ഞ ദിവസം താങ്കൾക്ക് ഒരു പ്രശ്നമുണ്ടായി. സീരിയൽ സെറ്റിൽ വെച്ച് ഒരു അസോസിയേറ്റിന്റെ മർദ്ദനമേക്കേണ്ടതായി വന്നു എന്നൊക്കെ പറയുന്നു. എന്താണ് സംഭവിച്ചത്? ഞാൻ ശരിക്കും ഈ മധുരനൊമ്പരക്കാറ്റ് എന്ന് പറഞ്ഞ സീരിയലിന്റെ ലൊക്കേഷനാണ്. അപ്പൊ എനിക്ക് വേറൊന്നുമല്ല, എനിക്ക് ഈ സീൻ നേരത്തെ വായിച്ചാൽ എനിക്ക് ആ സീനുമായിട്ട് ഒരു ബന്ധമുണ്ടായി. അത് എങ്ങനെ എൻ്റെ കഥാപാത്രം പ്രതിക്കും, എങ്ങനെ അത് ബിഹേവ് ചെയ്യുന്നൊക്കെ അറിഞ്ഞിട്ട്, അല്ലാതെ നമ്മളൊന്നും മിക്കവരും ഇൻബോൺ ടാലന്റ് ആർട്ടിസ്റ്റ് ഒന്നും അല്ലല്ലോ. അപ്പൊ നമുക്കൊന്ന് അഭിനയിക്കാനുള്ള ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെയാണ്. അപ്പൊ ഞാൻ സീൻ രാവിലെ തൊട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സൈൻ ചെയ്തപ്പോൾ തന്നെ, ഈ സീരിയലോട് സൈൻ ചെയ്തപ്പോഴേ എൻ്റെ ഏക ഡിമാൻഡും ആദ്യം പറഞ്ഞതും എനിക്ക് നേരത്തെ സീൻ വായിക്കാൻ തരണം എന്നാണ്. അന്നേ ദിവസവും ഞാൻ രാവിലെ തൊട്ട് ചോദിക്കുന്നുണ്ട് സീൻ. പക്ഷെ ഈ ജോ എന്ന് പറയുന്ന ഈ അസിസ്റ്റന്റ് ആയിട്ട് അന്ന് തന്നില്ലെന്ന് മാത്രമല്ല, വളരെ സങ്കീർണമായിട്ടൊരു സീക്വൻസ് ആയിരുന്നു അന്ന് ഷൂട്ട് ചെയ്യേണ്ടിരുന്നത്. അതിന്റെ എന്താ പറയണ്ടേ, സീൻ ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സീൻ നേരത്തെ തരണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് ഡയറക്ടറോടാണ് പറഞ്ഞത്, അല്ലാതെ ഇയാളോടെ അല്ല. ഇയാളൊരു അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഇത് കേട്ട് അയാൾ മേളിൽ നിന്നിട്ട് അയാളടുത്ത് ഡയറക്ടർ വിളിച്ചു ചോദിച്ചു എന്താണ് സീൻ കൊടുക്കാത്ത പറഞ്ഞപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല, ആ ക്യാമറയുടെ മുന്നിൽ വെച്ച് വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. എനിക്കത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നോട് അങ്ങനെ ആണെങ്കിൽ താൻ ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് മേളിൽ നിൽക്കുകയായിരുന്നു, മേളില്. അവിടെ നിന്ന് ഓടി സ്റ്റെപ്പ് ഇറങ്ങി വരികയും എന്നെ പിടിച്ച് തള്ളുകയും ചെയ്തപ്പോഴത്തേക്ക് ഞാൻ റൗണ്ട് കോമ്പിട്ട് ഞാൻ മുടി ചീവിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ ആ കോമ്പ് ചാഞ്ഞ് വീശി ഇയാൾ എന്നെ തള്ളിയപ്പോ അപ്പോഴേക്കും എന്റെ ഷോൾഡർ, ചെസ്റ്റിന്റെ മേളിലായിട്ട് ഷോൾഡറിനും ചെസ്റ്റിനും ഇടയ്ക്കായിട്ട് ഇയാൾ ആഞ്ഞിടിക്കുകയുണ്ടായി. എനിക്ക് അന്നേരം ആ ഒരു ഷോക്ക് ഉണ്ടായിരുന്നെങ്കിലും ഉച്ച കഴിഞ്ഞപ്പോഴേക്കും എന്റെ കൈ, ലെഫ്റ്റ് ഹാൻഡ് ഭയങ്കര ഷിവർ ചെയ്യാൻ തുടങ്ങുകയും വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്ക് ഇങ്ങനെ വേരിയേഷൻ ഉണ്ടെന്ന് അറിയുകയും ചെയ്തു. ECG എടുത്തപ്പോൾ വേരിയേഷൻ ഉണ്ട്. പിന്നെ ഹാർട്ടിന്റെ പമ്പിങ്ങും ബീറ്റും നോർമലാക്കാൻ വേണ്ടിയിട്ട് വേറെ മെഡിക്കേഷൻ തന്നു എനിക്ക്. ഞാൻ ഓൾറെഡി ഒരു ഹാർട്ട് അറ്റാക്ക് പേഷ്യന്റും കൂടെ ആണ്. അപ്പോൾ ഇതാണ് സംഭവിച്ചത്.
ഇതാ എനിക്ക് തോന്നുന്നു താങ്കളെ കുറിച്ച് ഒരു ലൊക്കേഷനിലും ഒരു പരാതിയും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വ്യക്തിയാണ്. എത്രയോ സിനിമകൾ അഭിനയിച്ച് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം താങ്കൾക്കുണ്ടായപ്പോൾ അതിൽ വലിയൊരു വിഷമം തന്നെ നമുക്ക് തോന്നിയോണ്ടാണ് താങ്കളെ വിളിച്ചതും. അതോടൊപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് സംഘടനകൾ എവിടെ, അമ്മയുടെ ഒരു മെമ്പറാണ്, ആത്മയുടെ ഒരു മെമ്പറാണ്, സംഘടനകളുടെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു? അതായത് ഞാനിത് സംഭവിച്ചപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ അമ്മയിലെ ജയനെ വിളിച്ചു. അമ്മയുടെ ഇപ്പോഴത്തെ കോർ കമ്മിറ്റി മെമ്പർ ഉണ്ടല്ലോ, ആർട്ട് ഓഫ് കമ്മിറ്റി മെമ്പർ ഉണ്ടല്ലോ ജയനെ വിളിച്ചു. ജയനെ വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ജയൻ ഇമ്മീഡിയറ്റ് ആയിട്ട് പറഞ്ഞു, എന്തായാലും ആത്മയിലും കൂടെ അറിയിക്കും, കാരണം മിനിസ്ക്രീൻ്റെ അല്ലേ, ഞാൻ ഉടനെ തന്നെ വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം, ഫെഫ്കയിലും ഒക്കെ വിളിച്ച് പറയാം, വയലാർ മാധവൻകുട്ടിച്ചേട്ടനെ വിളിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ജയൻ ഫോൺ വെച്ചു. അതിനുശേഷം എനിക്കപ്പോൾ മനസ്സിലായി ഈ മിനി സ്ക്രീനിൽ വയലാർ മാധവൻകുട്ടിയാണ് ഫെഫ്കയുടെ മിനി സ്ക്രീനിന്റെ ഇൻചാർജ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ നമ്പർ എന്റെ കയ്യിലില്ല. അപ്പൊ ഞാൻ ഈ മിസ്റ്റർ ശാന്തിയുള്ള ദിനേശ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചു, എനിക്ക് ഈ വയലാർ മാധവൻകുട്ടിയുടെ നമ്പർ കിട്ടുമെന്ന് അറിയാനായിട്ട്. അപ്പം അത് ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം, നീ എന്തായാലും റെസ്റ്റ് എടുക്കും, ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വയലാർ മാധവൻകുട്ടിയും എന്നെ വിളിച്ചു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ആക്ഷൻ എടുക്കാന്ന് പറഞ്ഞു. ഫെഫ്കയുടെ ഇതില് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാന്ന് പറയാൻ മാത്രമല്ല, അദ്ദേഹം എടുക്കുകയും ചെയ്തു. പിന്നെ ശ്രീജിത്ത് പലേരി സംവിധായകൻ, അദ്ദേഹം ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിച്ചു. അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിനു വേണ്ടി പിന്നെ നിന്നു. പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിന്റെ അസോസിയേഷന്റെ ആളുണ്ട്, പ്രവീൺ, അദ്ദേഹം വിളിച്ചു, പേയാട്, അദ്ദേഹം എന്നെ വിളിച്ചു. അങ്ങനെ സംഘടനയിൽ പിന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് എനിക്ക് എല്ലാവിധ സപ്പോർട്ടും തന്നായിരുന്നു. അപ്പൊ അമ്മയിൽ നിന്നൊക്കെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്? അയ്യോ പിന്നെ തീർച്ചയായിട്ടും. അയ്യോ, അമ്മ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, അമ്മ തന്നെയാണല്ലോ, നമ്മുടെ ഒരു ശ്വാസ ആണല്ലോ, നമ്മുടെ ഒരു മിടിപ്പാണല്ലോ ഹൃദയത്തിന്റെ. തീർച്ചയായിട്ടും അമ്മ ജയൻ എൻ്റെ ഒരു സ്വന്തം സഹോദരനെ പോലെ മാത്രമല്ല, അമ്മയുടെ ഇതിനു വേണ്ടി എനിക്ക് വേണ്ടി എല്ലാത്തിനും നിന്നു ജയൻ ഉണ്ടായിരുന്നു. ഫെഫ്കയെന്നൊരു വാർത്താക്കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ലഹരിയൊക്കെ ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നങ്ങളാണ് ഇവരെ പുറത്താക്കുന്നത്, അങ്ങനെ പുറത്താക്കുകയും ചെയ്തു. മൊത്തത്തിലൊരു ശുദ്ധീകരണം നടത്തിയിട്ടുണ്ട് അവിടെ. ഉണ്ട് നടന്നു. അദ്ദേഹത്തിന് പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ലൊക്കേഷനിൽ വന്നിട്ടില്ല. അദ്ദേഹം തിരുവനന്തപുരത്തും ഇല്ല, അദ്ദേഹം തൃശ്ശൂർക്കാരനാണ്. അദ്ദേഹം ബേസിക്കലി നല്ല ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ അതൊക്കെ ഈ ഹൈപ്പറിന്റെ അതെനിക്ക് അറിഞ്ഞോണ്ട് ഇനി എന്തെങ്കിലും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇത് സ്വന്തം ഫോൺ വലിച്ചെറിയുക ആർട്ടിസ്റ്റുകളുടെ നേരെ, ഇതൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള സംഭവമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. വെരി അൺഫോർച്ചുനേറ്റ്. എനിക്കെന്ന് പറഞ്ഞാല് എനിക്കും എന്നെ ജീവിതത്തിൽ ഞാൻ 40 വർഷമാകുന്നു, ഇന്നേ വരെ എൻ്റെ ഈ 4 പതിറ്റാണ്ടില് എനിക്കിങ്ങനെ ഒരു അനുഭവം വന്നിട്ടില്ല. ഭയങ്കര സങ്കടമായിപ്പോയി. എനിക്ക് വേദനയേക്കാളേറെ സങ്കടമാണായത്. ഇതോടൊപ്പം തന്നെയാണ് ഫെഫ്ക മലയാളം ഡിജിറ്റൽ ടെലിവിഷൻ എംപ്ലോയി യൂണിയൻ അപ്പോൾ തന്നെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി. വയലാർ മാധവൻകുട്ടി ജനറൽ സെക്രട്ടറിയായി തന്നെ ഒരു വാർത്താക്കുറിപ്പ് എഴുതി. അതിൽ പറയുന്ന ഇപ്രകാരം, അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ഇപ്രകാരമാണ്. അത് എടുത്ത് നമ്മൾ കാണേണ്ടതാണ്. അപ്പം ഇപ്പോൾ ഈ സംഭാഷണത്തിൽ മനസ്സിലായി ആരൊക്കെ ഇടപെട്ടു എന്ന്. ഇടപെട്ടില്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടി കൂടിയാണ് മഹേഷ് പറയുന്നത്. എല്ലാവരും ഇടപെട്ട് തന്നെയാണ്. മഹേഷിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടമാണ് എന്ന് മഹേഷ് പറയുമ്പോൾ മഹേഷിനുണ്ടായ ഒരു ഇൻസൾട്ടിങ് എന്തായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കെടുക്കാം. എന്തായാലും ഫെഫ്കയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇപ്രകാരമാണ്. വലിയൊരു തൊഴിൽ മേഖലയായ സീരിയൽ രംഗത്ത് ആശ്വാസമല്ലാത്ത പ്രവണതകളും അക്രമവാസനകളും സമീപകാലത്ത് കണ്ടുവരുന്നതായി ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. നിരോധിക്കപ്പെട്ട ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെയും കൈവശം വയ്ക്കുന്നതിനെതിരെയും ഒരു വലിയ ക്യാമ്പയിൻ ഫെഫ്ക നടത്തി വരികയാണ്. ഇതിനിടയിലാണ് ഇത്തരം സംഭവം ഉണ്ടാവുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഫെഫ്ക വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ മധുരമമ്പരക്കാറ്റ് എന്ന പരമ്പരയുടെ ലൊക്കേഷനിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ജിജോ ജോൺസൺ പ്രശസ്ത നടൻ മഹേഷിനെ ആക്രമിച്ചു എന്ന വിവരം ഞെട്ടിക്കുന്നതാണെന്നും ഫെഫ്ക പറയുന്നു. ആ പ്രശ്നം ഉണ്ടായ ഉടൻ തന്നെ ആ അസിസ്റ്റന്റ് ഡയറക്ടറെ ഒഴിവാക്കാൻ സംവിധായകൻ ശരത് സത്യയ്ക്കും പ്രൊഡക്ഷൻ കൺട്രോൾ റമീസിനും നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ അവരെ പുറത്താക്കിയത് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നും ഇവർ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമാണ്. ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വർദ്ധിക്കുന്നു എന്ന് ഇവരെടുത്തു പറയുന്നുണ്ട്. അതിനുള്ളൊരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. അതും മഹേഷിനെ പോലെ ഒരു നല്ല സിനിമാ താരത്തെ, അല്ലെങ്കിൽ നമ്മളെല്ലാം എത്രയോ സിനിമകൾ കണ്ട് എത്രയോ സിനിമകൾ അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനാണ് ഇത്തരം ഒരു അനുഭവം ഉണ്ടായതെന്ന കാര്യത്തിൽ നമ്മൾ കാണേണ്ടതാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്തരം അനുഭവം ഉണ്ടായി മറ്റുള്ള ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ ഇവരൊക്കെ എന്താണ് ഈ സീരിയൽ മേഖലയിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയേണ്ടതാണ്. എന്തായാലും ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ്
താരസംഘടന അമ്മയ്ക്ക് വേണ്ടി ജയൻ ചേർത്തല, ഇപ്പോഴത്തെ താൽക്കാലിക കമ്മിറ്റിയിലെ മെമ്പറും വൈസ് പ്രസിഡന്റുമായ ജയൻ ചേർത്തല ഉടൻ തന്നെ ഇടപെട്ട് മഹേഷിനെ ഫോണിൽ സംസാരിക്കുന്നു. അത് കൃത്യമായി മഹേഷ് പറയുന്നു. അത് തന്നെ ഫെഫ്ക ഇടപെടുന്നു, ഫെഫ്ക വാർത്താക്കുറിപ്പ് ഇറക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇടപെട്ട് കൊണ്ട് തന്നെയാണ് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായത്. എന്തായാലും ഇത്തരം പ്രവണത ഒരു കാരണവശാലും സിനിമാ മേഖലയിലും അതോടൊപ്പം തന്നെ ഒരു മേഖലയിലും, ഒരു സീരിയൽ മേഖലയിലും ഒരു മേഖലയിലും വെച്ച് പൊറിപ്പിക്കാൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഇത്തരക്കാർക്കെതിരെ നടപടിയുമായി ആർജവത്തോടുകൂടി സംഘടനകൾ ഒറ്റക്കെട്ടായി വന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.